നമ്മുടെ ഈ നാട്ടിൽ ഇപ്പോൾ ഈ കൺസ്യൂമറിസം എന്ന് പറയുന്നത്, നമ്മുടെ കേരളം എന്ന് പറയുന്ന ഒരു ഹൈലി കൺസ്യൂമർ സ്റ്റേറ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇവിടെ സാധനങ്ങൾ വിൽക്കാനും വാങ്ങിക്കാനും ഉള്ള കാര്യങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ എന്ന് പറയുന്നൊരു സംഗതിയാണ്. അക്കൂട്ടത്തിലാണ് നമ്മുടെ ലുലു പോലെയുള്ള വലിയ വലിയ സാധനങ്ങൾ ഇവിടേക്ക് വരുന്നത്. ഇതിനെക്കുറിച്ച് നിൻ്റെ അഭിപ്രായം എന്താണ്? ആൾക്കാർ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ തനതായിട്ടുള്ള ഫുഡ് ബിസിനസ് കുറവാണ്. ഇപ്പം കൊല്ലം പോലെയുള്ളൊരു സ്ഥലം നമ്മൾ നോക്കിക്കഴിഞ്ഞ് ചിന്നക്കട മുതൽ കൊട്ടിയം വരെ നോക്കിക്കഴിഞ്ഞാൽ റോഡിൻ്റെ രണ്ട് സൈഡിൽ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പക്ഷേ അവിടെ കിട്ടുന്നത് മന്തി, അൽഫാം, ഷവായി, ഇതുപോലെ അറബിക് ഫുഡ്സ് മാത്രമേ ഉള്ളൂ. ഇത് മാത്രമേ ഇവിടെ കിട്ടാനുള്ളൂ. നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ്സ് ഒന്നും കിട്ടുന്നില്ല ഇപ്പം. അപ്പം കേരളം ഈസ് സ്ലോലി. പിന്നെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ വീടുകളിൽ ആൾക്കാർ കുക്ക് ചെയ്യുന്ന പൊറോട്ട ബീഫ് ഈ പരിപാടിയായി. അപ്പം പിന്നെ സ്വിഗ്ഗി സൊമാറ്റോ ഉള്ളത് കാരണം വീട്ടിൽ ഇരുന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സാധനം വീട്ടിലെത്തും. ഒരു 19 രൂപ എക്സ്ട്രാ കൊടുത്താൽ മതി, അവർ വീട്ടിൽ ബ്രെയിൻ എപ്പോഴും നല്ല സാധനത്തിലേക്ക് പോകും. അതെ. അപ്പം അവർ വീട്ടിൽ കൊണ്ടുവന്ന് സാധനം ഡെലിവറി ചെയ്യുന്നുണ്ട്. ആൾക്കാർ പഴയതുപോലെ, പിന്നെ പിള്ളേർ ഇപ്പോഴും ഫുൾ ടൈം ന്യൂ മോഡൽ ഫോണിൽ അഡിക്റ്റഡാണ്. ഈ സ്ക്രീൻ ടൈം കൂടിക്കൊണ്ടിരിക്കുക എല്ലാവരുടെയും. അപ്പം ഒന്ന്, ആൾക്കാരുടെ തിങ്കിങ് എബിലിറ്റി കുറഞ്ഞു. 2, റീഡിങ് ഹാബിറ്റ്സ് ഇല്ല. 3, എല്ലാം റെഡിമെയ്ഡ് കിട്ടുന്നത് കൊണ്ട് ദേ ആർ ഗെറ്റിംഗ് ഇൻ ടു ദാറ്റ്. എല്ലാം ക്വിക്ക് ഫിക്സ് പരിപാടികളായതുകൊണ്ട് കൺസ്യൂമറിസത്തിലോട്ട് മാറി. അപ്പം കേരളം ഇപ്പം ഒരു മാർക്കറ്റിംഗ് ഏജൻസി നടത്തിയ ഒരു പഠനം പറയുന്നത്, ഇന്ത്യയിൽ കേരളം എന്ന് പറയുന്ന മാർക്കറ്റിൽ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്ത് ഇവിടെ സക്സസ് ആയി കഴിഞ്ഞാൽ യു ക്യാൻ സെൽ ഇറ്റ് എനിവെയർ ഇൻ ഇന്ത്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാര്യം കേരള ഹാസ് ബിക്കം വൺ ഓഫ് ദി ഹൈലി കോമ്പറ്റീറ്റീവ് കൺസ്യൂമർ മാർക്കറ്റ്. ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടും. എബ്രോഡ് കിട്ടുന്ന എല്ലാ സാധനങ്ങളും അവിടെ വളരെ ശരിയാണ്. ഒരു UK കിട്ടാത്ത സാധനം വരെ ഇവിടെ കിട്ടും ഇപ്പം. എക്സാക്ട്ലി. ഞാൻ നിനക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഒരു പ്രാവശ്യം മക്കിൻടോഷിൻ്റെ സ്വീറ്റ്സ് കൊണ്ടുവരാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് സുപ്രീം ചെന്നപ്പോൾ ഈ സാധനം അവിടെ കിട്ടും. സോ വാട്ട് എവർ ഈസ് ദർ ഇറ്റ്സ് അവൈലബിൾ ഹിയർ. അപ്പം ലുലു, പിന്നെ നമ്മുടെ യൂസഫ് അലി സാറ് ചെയ്തതെന്ന് പറഞ്ഞാൽ, പുള്ളി ഈ ഒരു ബിസിനസ് നേരത്തെ കണ്ടതുകൊണ്ട് പുള്ളി ട്രിവാൻഡ്രത്തും കൊല്ലത്തും അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ട്രിവാൻഡ്രത്തും എറണാകുളത്തും. കൊല്ലത്ത് അവരുടെ ചെറിയൊരു ഹബ്ബ് ഉണ്ട് ലുലുവിൻ്റെ. കോഴിക്കോടും ഉണ്ട്. അപ്പം ദാറ്റ് ഈസ് ഹൗ ദേ ആർ ക്യാപ്ചറിങ് ദ മാർക്കറ്റ്. ഇതിനകത്ത് പറ്റുന്നതെന്ന് പറഞ്ഞ് ചെറുകിട കച്ചവടക്കാരെല്ലാം പൈപ്പ് അവർക്ക് പണിയാണ്. അതെ. കാരണം ഞാനിപ്പോൾ അവിടെ ലുലുവിൻ്റെ അടുത്ത് ആണല്ലോ താമസിക്കുന്നത്. അവിടെ ചെറിയ കടകളിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കച്ചവടമൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു. കാരണം എല്ലാവരും ഈ പറയുന്ന, നമ്മളിപ്പോൾ ലുലുവിൻ്റെയൊക്കെ ഒരു കാര്യം ഞാൻ നോക്കിക്കഴിഞ്ഞാൽ, അവിടെ നമ്മൾ ചെല്ലുക എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഭയങ്കര പ്രശ്നമാണ്. കാരണം ട്രാഫിക്ക്, തിരക്ക് ഒക്കെ കാരണം കാറൊക്കെ പാർക്ക് ചെയ്ത് അവിടെ കയറുക എന്ന് പറയുന്നത് നമ്മുടെ ടൈമിൻ്റെ ഒരു വില നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെ കയറി കഴിഞ്ഞാൽ എക്സാക്ട്ലി നിങ്ങൾ ഒരിക്കലും ലുലുവിൽ കയറി കഴിഞ്ഞാൽ അവിടെ എങ്ങും സമയം നോക്കാൻ പറ്റി നമ്മുടെ കയ്യിരിക്കുന്ന വാച്ചോ അല്ലെങ്കിൽ മൊബൈലിലോ അല്ലാതെ സമയം നോക്കുന്ന ഒരു സംഭവം അവിടെ എങ്ങും കാണത്തില്ല. അവരെങ്ങും ടൈം ഡിസ്പ്ലേ ചെയ്യത്തില്ല. ഇല്ല. നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അതിനകത്തുണ്ട്. എൻ്റർടൈൻമെൻറ്റ്, തിയേറ്ററുണ്ട്. ശരി. ഞാൻ ഈ ഇടയ്ക്ക് ലുലുവിൽ പോയപ്പോഴത്തേക്ക് ARM എന്ന് പറയുന്ന സിനിമ കാണാൻ സമയം ഉണ്ടായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ കിംസിൽ പോയത്. അപ്പോൾ എനിക്ക് ബ്ലഡ് റിസൾട്ട് കിട്ടാൻ സമയം എടുക്കും. അതുകൊണ്ട് വൈകുന്നേരം വരെ സമയമുണ്ട്. സിനിമയ്ക്ക് കയറാൻ നോക്കിയപ്പം 150 രൂപയുടെ ടിക്കറ്റ് ഉള്ള തിയേറ്ററിൽ ടിക്കറ്റ് ഇല്ല. തൊട്ടിപ്പുറത്ത് ലക്സ് എന്ന് പറയുന്നൊരു പ്രൈം ഉണ്ട്, ലക്സ് ഉണ്ട്. അപ്പോൾ ലക്സിൽ 450 rupees. എന്താ ഡിഫറൻസ്? എന്താ നിങ്ങൾക്ക് കിടന്ന് കാണാമല്ലോ, മനസ്സിലായില്ലേ? അപ്പം ആൾക്കാരെ പതുക്കെ കൺവേർട്ട് ചെയ്യുക, എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് പിടിപ്പിച്ച്. അപ്പം അതിന് വേണ്ടിയുള്ള കാശ് നമുക്ക് ഇവിടെ ജനറേറ്റ് ചെയ്യുന്നില്ല. അതാണ് പ്രശ്നമല്ലേ. അതിൽ ട്രാപ്പിൽ വീഴുന്നത് സാധാരണക്കാരനല്ലേ, മിഡിൽ ക്ലാസ് ആണ്. അതെ. അപ്പോൾ ഇവർ ചെയ്യുന്ന എന്താ, അവരെ ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാങ്കുകൾ ലോൺ കൊടുക്കുന്നത്. മിഡിൽ ക്ലാസ്സിനാണല്ലോ ബാങ്കുകൾ എപ്പോഴും അല്ലേ. അപ്പോൾ പിന്നെ ക്രെഡിറ്റ് കാർഡ്, ഇതിൻ്റെ ഈ ട്രാപ്പിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ തീർന്ന് അവൻ്റെ ലൈഫ് ലോങ് ഇത് തിരിച്ചടയ്ക്കാനായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കണം. ഓർ എൽസ് അവൻ്റെ പ്രോപ്പർട്ടി പോകും.